ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. എല്ലാവരും ഉഷാറായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പിയാണല്ലോ? ഓക്കെ, എനിക്കറിയാം നമുക്ക് നാട്ടിൽ കുറച്ച് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി. പക്ഷേ ആരും അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കരുത്. നമ്മൾ എന്താ പറയുക, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള പോലെ തന്നെ ചെറിയ ചെറിയ ഇങ്ങനത്തെ കൈപ്പേറിയ അനുഭവങ്ങൾ ചിലപ്പം നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇന്നത്തേനേക്കാൾ നല്ലൊരു നാളേനെ നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എങ്കിലേ നമുക്കൊരു എനർജി കിട്ടുള്ളൂ. മനസ്സിലായോ? നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ, നമുക്ക് ഒക്കെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനെ ഫേസ് ചെയ്യാനും അതിൽ നിന്ന് വീണ്ടും ഐ വിൽ ഗെറ്റ് സംതിങ് മോർ ഗുഡ് ബെറ്റർ ദാൻ ടുഡേ, ഇങ്ങനൊരു തോട്ട് മനസ്സിൽ വെച്ചിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും come back to our classroom. Yes. Now, Roger's skunk is smelling now like as roses. Yes. So our Jo is very happy. Now let's see what her reaction and what her other questions, of course. So she's very active now, right? Yes. She paused as a rapt expression winded out from his daughter's nostrils, forcing her eyebrows up and her lower lip down in a wide, noiseless grin. And expression in which Jack was startled to recognize his wife feigning pleasure at cocktail parties. Okay, and all of a sudden he whispered, the whole inside of the wizard's house was full of the smell of roses. Roses, Roger Fish cried. Roses, roses. Roger Fish cried. And the wizard said very cranky, that's all be 7 pennies. Daddy, what? Roger skunk. You said Roger Fish. Yes, skunk. You said Roger Fish. Wasn't that silly? Very silly of your stupid old daddy. Where was I? Well, you know about the pennies. Say it. Yeah, I know. ഇഷ്ടം പോലെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. ഇപ്പം ഇന്നൊന്നിലും കേൾക്കാൻ തുടങ്ങിയതല്ലോ എന്നൊക്കെ കൊച്ച്. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് റോജർ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് തെറ്റുപറ്റിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ, ഫോർ ഹെർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ആൻഡ് ഓൾസോ ഷീ ഈസ് ലിസണിങ്. ഡാഡി കിടന്നിട്ട് ഉരുളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്കങ്ക് എന്തായി ഫിഷായി. പക്ഷേ കുട്ടിക്കത് ഇഷ്ടപ്പെട്ടില്ല. കുട്ടി അപ്പോൾ ചോദിക്കും ഇത്ര അത്ര സില്ലിയാണോ എന്നുള്ള, കുട്ടിക്കത് പറ്റിയില്ല. ഓക്കെ, ദെൻ ഓക്കെ, റോജർ സ്കങ്ക് സെഡ്, ബട്ട് ഓൾ ഐ ഹാവ് ഈസ് 4 pennies. ആൻഡ് ഹി ബിഗാൻ ടു ക്രൈ. യെസ്, ഹി ഹാസ് ഓൺലി 4 pennies. Joe made the crying face again, but this time without a trace of sincerity. So please note that point. അപ്പോൾ നമ്മുടെ റോജർ സ്കങ്ക് കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ജോ അതേ സെയിം എന്താ പറയുക ക്രൈം ഫേസ് കൊണ്ടുവന്നു. ബട്ട് ദിസ് ടൈം ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഓഫ് സിൻസിയറിറ്റി, ബിക്കോസ് ഓഫ് കോഴ്സ് 2-3 കാര്യങ്ങളുണ്ടായിരിക്കില്ല. ഒന്നാമത് കുട്ടിക്കറിയാം റോജർ സ്കങ്ക് ആണെങ്കിലും വേണ്ടില്ല, ഇനിയിപ്പോൾ ചിപ്മങ്ക് ആണെങ്കിലും വേണ്ടില്ല, ആ കഥാപാത്രം കരയാനാണ് പോകുന്നത് കുട്ടിക്ക് ഓൾറെഡി ന്യൂ, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ ന്യൂ സ്റ്റോറി ഫോർ ഹെർ, റൈറ്റ്? ജസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ആർ ഡിഫറെൻറ്റ്. യാ, സോ അവൾ ആ പതിവ് പോലെ തന്നെ ആ ഫേസ് കൊണ്ടുവന്നു. ബട്ട് ദിസ് ടൈം അതൊരു ആർട്ടിഫിഷ്യൽ ഫേസ് എക്സ്പ്രഷൻ ആയിരുന്നു. ദിസ് അനോയ്ഡ് ജാക്ക്. അത് നമ്മുടെ ജാക്കിനെ അനോയ് ചെയ്തു. ഡൗൺ സ്റ്റേഴ്സ് സം മോർ ഫർണിച്ചർ rumpled Clare shouldn't move heavy things. She was 6 months pregnant. It would be their 3rd. Yeah, she's 6 months carrying. So ഇവിടെ ഇത് പറയാൻ കാരണം ഡാഡിയുടെ ചിന്ത ഡൈവേർട്ടായി പോയി. കാരണം കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫേക്ക്. സോ ഈ ഭാര്യ അവിടെ താഴെ ജോലി ചെയ്യുന്നുണ്ട്, അതിനെ സഹായിക്കാൻ പോകാൻ പറ്റാതെ ആണ് ഈ കുട്ടിയുടെ അടുത്ത് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നത്. സോ ദ വിസാർഡ് സെഡ്, ഓഹ് വെരി വെൽ, ഗോ ടു ദ എൻഡ് ഓഫ് ദ ലെയിൻ ആൻഡ് ടേൺ അറൗണ്ട് 3 times ആൻഡ് ലുക്ക് ഡൗൺ ദ മാജിക് well, there you will find 3 pennies. Hurry up. So Roger Skunk went to the end of the lane and turned around 3 times, and there the magic well were there 3 pennies. ഓക്കെ, അങ്ങനെ ആ ഒരു ഇടവഴിയിൽ കൂടെ ഒക്കെ, ലെയിൻ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ചെറിയ ഇടവഴി, നാരോ റോഡ്, അത് കൂടെ ഒക്കെ പോയി ഈ മറ്റേ റോജർ വിസാർഡ് പറഞ്ഞ പോലെ തിരിയുമൊക്കെ ചെയ്ത അവസാനം ഫൈനലി ഹി ഫൗണ്ട് ദ 3 pennies, guys. Okay, so he took them back to the wizard and was very happy and ran out into the woods, and all the other little animals gathered around him because he smelled so good, and they played tag, baseball, football, basketball, lacrosse, hockey, saucer, pickup, sticks, whatever. Okay, இப்போ they are playing together because now Roger Skunk is smelling like roses, very good smells, and all the friends gathered around him. They are playing, they are cheering up, of course.
What's pick up sticks? Then അതിൻ്റെ ഇടയിൽ what pick up sticks? മറ്റുള്ള ഗെയിമൊക്കെ ആൾക്ക് മനസ്സിലായി. It's a game you play with sticks like the wizard's magic wand, kind of. And they played games and laughed all afternoon, and then it began to get dark and they all ran home to their മമ്മീസ്. യെസ്, അങ്ങനെ വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. Jo was staring to fuss with her hands and to look out of the window at the crack of the day that showed under the shade. So, okay, as usual, അവിടെ നമ്മുടെ ജോന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. But still she's enjoying. She thought the story was all over. Jack didn't like women when they took anything for granted. He liked them apprehensive, hanging on his words. Now, Joe, are you listening? So, ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ, സെയിം എൻഡിങ്, സെയിം ക്ലൈമാക്സ്, റൈറ്റ്? അപ്പോൾ ചോദിക്കുകയാണ്, ജോ സ്റ്റിൽ ആർ യു ലിസണിങ്? യെസ്. അപ്പം ഈ മറ്റേ ജാക്കിന് എപ്പോഴും കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ ആൻസൈറ്റി ഉള്ള ഒരു നേച്ചറാണ് ഇഷ്ടം, എസ്പെഷ്യലി ഫോർ ലേഡീസാണ്. അപ്പോൾ വാട്ട് എവർ ഈസ് ഗെറ്റിംഗ് ഓർ വാട്ട് എവർ യു ആർ ഗിവിങ്, ഓക്കെ ലെറ്റ്സ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് കീപ് ക്വയറ്റ് ദിസ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു മൂഡ് ഇഷ്ടമല്ല. അപ്പോൾ ചോദിക്കാൻ, ആർ യു സ്റ്റിൽ ലിസണിങ്? ബിക്കോസ് ഹി വാണ്ട്സ് ടു കൺഫേം ദാറ്റ് ഓക്കെ ഷീ ഈസ് ഓക്കെ വിത്ത് ദ ക്ലൈമാക്സ്. ആൻഡ് ഓൾസോ ഇൻ ഹിസ് മൈൻഡ് ആൾക്ക് ഈ സ്റ്റോറി പെട്ടെന്ന് നിർത്താനും താല്പര്യമില്ല. ബിക്കോസ് ദിസ് ടൈം ഹി വാണ്ട്സ് ടു കൺവേ എ മെസ്സേജ് ത്രൂ ദ സ്റ്റോറി, റൈറ്റ്? യെസ്, ഓക്കെ, യെസ്, ബിക്കോസ് ദിസ് ഈസ് വെരി interesting. Yes, because this is very interesting, Roger Skunk's mummy said. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ കുട്ടി പറഞ്ഞു, യെസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഷീ ഈസ് ഹാപ്പി ബിക്കോസ് വാട്ട്, യെസ്, നൗ റോജർ സ്കങ്ക് സ്മെൽസ് റോസസ്. സോ ഓക്കെ, ഷീ ഈസ് ഹാപ്പി, ദ ക്ലൈമാക്സ് ഇസ് വെരി ഗുഡ്. ബട്ട് the daddy is again, he's going on telling the stories, or continuing the story. Roger Skunk's mummy said, what's the awful smell? What? And Roger Skunk said, it's me, mommy, I smell like roses. And she said, who made you smell like that? And she said, the wizard. And he said, well, of all the nerve, you come with me and we are going right back to that very awful wizard. Okay, കഥ കഴിഞ്ഞല്ലോ. റോജർ സ്കങ്ക് സ്മെല്ല്, റോസസിനെ പോലെ സ്മെല്ല് ചെയ്യുന്നു, കുട്ടി ഹാപ്പി ആയിരുന്നു. ബട്ട് അച്ഛൻ എന്ത് ചെയ്തു? കഥ തുടർന്നപ്പോൾ മമ്മി ചോദിക്കുകയാണ്, എന്തോ ഒരു ഓഫുൾ സ്മെൽ. അപ്പോൾ നമ്മുടെ റോജർ സ്കങ്ക് പറഞ്ഞു, ഇറ്റ്സ് മീ, ഐ സ്മെൽ ലൈക്ക് എ റോസ്, ഐ സ്മെൽസ് റോസ്. അപ്പോൾ മമ്മി പറയാണ്, ഇത് എന്തൊരു വൃത്തികെട്ടമാണോ എന്ന് പോലെ പറയാണ്. അവിടെ നമ്മൾ തമാശയാണ്, കോമഡിയാണ്. ബട്ട് സ്റ്റിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മുടെ അമ്മമാർക്കൊക്കെ നമ്മളുടെ ഒരു ബേബി സ്മെല്ലുണ്ട്. അതായത് കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ നമ്മുടെ അമ്മമാർക്ക് എത്തുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. ആ ഒരു സ്മെല്ലും ആ ഒരു ചൂടും ഒക്കെ അതൊരു വേറിട്ടൊരു സംഭവമാണ്. അതിൽ നമ്മളൊരു ഇനിയിപ്പോൾ എങ്ങനത്തെ ഒക്കെ മണം കൊണ്ടുവന്നാലും അതൊന്നും അമ്മമാർക്ക് ഓക്കെ ആവില്ല. അവർക്ക് ദേ വാണ്ട് ടു സ്മെൽ ദെയർ ബേബി. ആ ബേബി, അവരുടെ മക്കളുടെ മണമാണ് അവർക്ക് വേണ്ടത്, അല്ലാതെ റോസാപ്പൂവിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ അല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എന്തോ ഒരു കാരണം അമ്മക്ക് റോജർ സ്കങ്കിൻ്റെ സ്മെല്ലാണ് ഷീ ഈസ് യൂസ് ടു ഇറ്റ് വിത്ത്. ആൻഡ് ഓൾസോ ഷി വാണ്ട്സ് ദാറ്റ് ബിക്കോസ് അവർക്ക് വേണ്ടത് അവരുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ കുട്ടിയുടെ മണം. അങ്ങനെയാണല്ലേ, ആ നേച്ചുറലായിട്ട് ഒരു കൃത്രിമത്വം ഇല്ലാതെയാണ് വേണ്ടത്. അപ്പോൾ ആരും എനിക്ക് മണം തന്നത് വിസാഡ്. ഓക്കെ, നേരിട്ട് ഇപ്പം തന്നെ നമുക്ക് വിസാറിൻ്റെ അടുത്തേക്ക് പോകുക, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണ്ട, ഇത് ശരിയാവില്ല എന്നുള്ളതിൽ. അപ്പോൾ കഥ ആകെ കുഴയാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ, കഥ ഓക്കെ കുട്ടിക്കഥ, ബട്ട് നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ഈ കഥ ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകേണ്ടത് ആരാന്നറിയാമോ? ജോ. അപ്പോൾ എന്തായിരിക്കും ജോയുടെ അവസ്ഥ? വാട്ട്സ് ഭയങ്കര ഒരു ട്വിസ്റ്റായിപ്പോയി ഇല്ലേ ജോക്ക്? യെസ്. So, Jo sat up, her hands dabbling in the air with genuine fright. But Daddy, then he said about the other little animals run away. Her hands skittered off into the underbrush. ഇത് ഒരിക്കലും കുട്ടി പ്രതീക്ഷിച്ചതല്ല. ഇസ് നോട്ട് പോസിബിൾ ഫോർ, അതായത് നമ്മുടെ ജോനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കളിക്കാൻ വന്നവരൊക്കെ ഓടിപ്പോവും. ഡാഡി, ഇത് വിസാറിൻ്റെ അടുത്ത് പോയി പഴയ സ്മെല്ലിനാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്ലാൻ തെറ്റിപ്പോയി, അല്ലേ? യെസ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം കുട്ടികളെ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക അവരുടെ മനസ്സിൽ
ആഗ്രഹിക്കുന്നൊരു കാര്യം ഉണ്ടാവും. അത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ അവർ വിചാരിച്ച പോലെ തന്നെ കാര്യം അവിടെ എൻഡ് ചെയ്യണം. അവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമാജിനേറ്റീവ് വേൾഡിലാണ്. ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും, എൻ്റെ ചെറിയ പിള്ളേരും സംടൈംസ് അവർ ഒറ്റയ്ക്ക് കളിക്കും, സ്വയം സംസാരിച്ചു കൊണ്ട് കളിക്കും. അവരുണ്ടാവില്ല, അവരുടെ ലോകത്ത് അവരുടെ അടുത്ത് എല്ലാവരും ഉണ്ടാവും, പക്ഷെ നമ്മളാരെയും കാണുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അത് അവിടെ ഫുൾ ഹാപ്പിനെസ്സാണ്, കളേഴ്സ് എല്ലാം നല്ലതേ ഉള്ളൂ. മനസ്സിലായ? റിയാലിറ്റി ഇല്ല. അതാണ് ഈ ലെസൺ നമുക്ക് പഠിപ്പിച്ച് തരാനുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആദ്യമേ ലെസൺ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല എന്തുകൊണ്ട് നമ്മൾ ഈ കുട്ടിക്കഥ ഇങ്ങനത്തെ ഒരു വിസാർഡിൻ്റെ കഥ പഠിക്കണമെന്ന്. ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് റിയാലിറ്റി. ലൈഫിൻ്റെ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ അഡൽട്ട്സിന് പറ്റുന്ന പോലെ കുട്ടികൾക്ക് പറ്റണമെന്നില്ല. അപ്പോൾ അവൾ ഡിസ്റ്റർബ്ഡായി, അവൾ ഫുൾ ഹാപ്പിനെസ്സും പോയി കുട്ടിയുടെ. ഓൾ റൈറ്റ്, ഹീ സെഡ്, ബട്ട് മമ്മി now back to the story. But mummy, all the other little animals run away, and she said, I don't care, you smell the way a little skunk, you should have, and I am going to take you right back to that wizard. And she took an umbrella and went back with Roger's skunk and hit that wizard right over the head. ഒരു umbrella എടുത്തുകൊണ്ട് right away, come with me, we will go back to the wizard and I need you back as you were. നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് വേണം. ലെറ്റ്സ് ഗോ ടു ദ വിസാർഡ്. ഓക്കെ, ആൻഡ് ഷീ ടുക്ക് എൻ അംബ്രല്ല ആൻഡ് ഷീ ഹിറ്റ് ഓവർ ദ ഹെഡ് ഓഫ് ദ വിസാർഡ്. റൈറ്റ് നൗ അഗെയിൻ, അപ്പോൾ ഇനി റിയാലിറ്റി. ഓക്കെ, ഇത് നമ്മൾ സ്റ്റോറി. ജോ പറയണം, നോ 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 നോ, ജോ സെഡ് and put her hand out to touch his lips, yet even in her agitation did not quite dare to stop the source of truths. Yeah, for her, what's truths, right? Inspiration came to her. Then the wizard hit her on the head and did not change that little skunk back. Then the wizard hit her on the head and did not change, yes, that little skunk. But അവളുടെ മനസ്സിൽ, അല്ലെങ്കിൽ what she wants ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. വിസാറിൻ്റെ അടുത്ത് പോയി, വിസാർഡ് അവളെ ഹിറ്റ് ചെയ്തു, പക്ഷേ നമ്മുടെ സ്കങ്കിന് യാതൊരു മാറ്റവും വന്നില്ല. he still smells roses. No, he said. The wizard said, okay, the Roger skunk did not smell of roses anymore. He smelled very bad again. But the other little animal, oh, she's really upset. Johnny, it's Daddy's story. Shall Daddy not tell you any more stories? Her bored face looked at him through swift light, astounded. This is what happened. Then Roger skunk and his mummy went home and they heard woo woo woo. Yeah, the comment again. The daddy is coming to the back. Usual climax, and it was Coco train bringing Daddy skunk home from Boston, and they had lima beans. What's that? Celery, liver, mashed potatoes, la 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 la. And when Roger skunk was in bed, Mommy skunk came up and hugged him and said he smelled like her little baby skunk again, and she loved him very much. That's the end of the story. So here what happened by the story? Yes, നമ്മുടെ റോജർ സ്കങ്ക് പഴയ കുട്ടി സ്കങ്കിൻ്റെ മണം തന്നെ ആയി. And they again came, the daddy came, they had their dinner and they slept together. The mummy hugged the baby and she is very happy and satisfied because she got her own baby with original smell, whatever. So this is the story and this is the end. So how is the end of the story? Yes, reality, right? സോ നമ്മളുടെ ജോയുടെ ഇമാജിനേഷൻ, അല്ലെങ്കിൽ അവളുടെ സാങ്കല്പിക ലോകത്തെ അവൾ വിചാരിച്ച ക്ലൈമാക്സിലല്ല സ്റ്റോറി എൻഡ് ചെയ്തത്. അപ്പോൾ ഇപ്പം എന്തുണ്ടായി, അച്ഛൻ ശരിക്കും റിയാലിറ്റി കൊണ്ടുപോന്നു ആ സ്റ്റോറിയിലേക്ക്, അല്ലേ? അതായത് നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതിലേക്ക് തിരിച്ചു വന്നു. ബട്ട് ഡാഡി, സി, ഇപ്പോൾ സ്റ്റോറി എൻഡായി. ബട്ട് ഡാഡി, വാട്ട്? Then did the other animals run away? Now she's full of doubts, like മറ്റുള്ള ആനിമലിന് കളിക്കാൻ വരുമോ, അല്ലെങ്കിൽ ഓടിപ്പോയോ, എന്തോരം കാര്യങ്ങളാണ് കുട്ടിക്ക് അറിയാനുള്ളത്. നോ, ബിക്കോസ് ഇവൻച്വലി ദേ ഗോട്ട് യൂസ്ഡ് ടു ദ വേ ഹി വാസ് ആൻഡ് ഡിഡ് നോട്ട് മൈൻഡ് ഇറ്റ് അറ്റ് ഓൾ. സി, ഇവൻച്വലി ഓഫ് കോഴ്സ് അല്ലേ, എന്താ പറഞ്ഞു കൊടുത്തത്, ക്രമേണ അവരെല്ലാവരും അവനായിട്ട് കളിക്കാൻ തുടങ്ങി. കാരണം അവൻ്റെ മണം അവർക്കത് പതിവായി, അത് അവർ മൈൻഡ് ചെയ്യാതായി. അതായത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. വാട്ട്സ് ഇറ്റ്സ് ഇവൻച്വലി? ഓക്കെ, ഇൻ എ ലിറ്റിൽ വൈൽ. അപ്പോൾ കുട്ടികളെല്ലാവരും ചോദിക്കുക, വാട്ട് ഇവൻച്വലി, വാട്ട് യു മീൻ ബൈ ഇവൻച്വലി? അപ്പോൾ ക്രമേണ. ദാറ്റ് വാസ് എ സ്റ്റുപ്പിഡ് മമ്മി. ഇറ്റ് വാസ് നോട്ട്, ഹീ സെഡ് with the rare emphasis and believed,
from her expression that she realized he was defending his own mother to her and something as odd. Now I want you to put your big heavy head on the pillow and have a good long nap. He adjusted the shade so not even a crack of the day showed and tiptoed to the door in the pretense that she was already asleep. Okay, but when he turned, she was crouching on the top of the covers and staring at him. Hey, get under the covers and fall fast asleep. Bobby sleep. She stood up and pounced gingerly on the springs. Daddy, what? Tomorrow I want you to tell me the story that wizard took the magic wand and hit that mummy, her plump arms chopped forcefully right over the head. No, that's not the story. The point is that the little skunk loved his mummy more than he loved all other little animals, and she knew what was right. യെസ് സോ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കത് സാറ്റിസ്ഫാക്ഷൻ അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ പറയുന്നത് നെക്സ്റ്റ് ഡേ എനിക്ക് കഥ ഒന്ന് മാറ്റി തരണമെന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ വീണ്ടും എന്താ പറയുക കുട്ടിയോട് അത് ഓക്കെ ഞാൻ നാളെ അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് കുട്ടീനെ അവിടെ കംഫർട്ടബിൾ ആക്കുന്നില്ല. കാരണം എന്താ, അച്ഛൻ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഷീസ് ജസ്റ്റ് കുറേ ലൈഫിൻ്റെ റിയാലിറ്റിയോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട്, അവൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. സോ ഷീസ് ജസ്റ്റ് റിയലൈസിങ് ലൈഫ് ഓൾസോ. സോ ദ ഫാദർ വാണ്ട്സ് ടു ലെറ്റ് ഹെർ നോ വാട്ട് ഈസ് റിയാലിറ്റി ഓർ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ തിങ്സ് ഷുഡ് ബി ലൈക്ക് ദിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് അങ്ങനെ സംഭവിക്കില്ല. കാരണം യെസ്, റോജർ സ്കങ്കിൻ്റെ മമ്മിക്ക് വേണ്ടത് സ്വന്തം ബേബീനെയാണ്. അതുപോലെ തന്നെ ബേബി ആണെങ്കിലോ മമ്മീനെയാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ദ ബേബി ബിലീവ്സ് ദാറ്റ് ഷീ ഈസ് റൈറ്റ്, ദ മമ്മി ഈസ് റൈറ്റ്. സോ കുട്ടിയിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് കണ്ടോ? യെസ്. No, tomorrow you say he hit that mummy. Do it. She kicked her legs up and sat down on the bed with a great heave and complained of springs as she had done hundreds of times before, except that this time she did not laugh. Say it, Daddy. She's still insisting, right? Yes. ആ കുട്ടികളല്ലേ, ഓഫ് കോഴ്സ്. നമ്മൾ ഓരോ സൂത്രത്തിലൂടെ ഇങ്ങനെ 1, 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ അവരുടെ ഉള്ളിലേക്ക് കയറും. അത്രേ, അല്ലാതെ നമുക്കവിടെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. കുഞ്ഞു കുട്ടികളാണ്. ഷി വോൺസ് ഇറ്റ് ബിക്കോസ് അവളുടെ പ്രായത്തിൽ ആ കുഞ്ഞു കുട്ടി ഷീ ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് വാട്ട് റിയാലിറ്റി, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്, റൈറ്റ്? യെസ്. സോ ഇങ്ങനത്തെ കുട്ടികളോട് നമുക്ക് റിയാലിറ്റി ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്കത് of course it's quite boring for them. So see how we are teaching them some things of like tips of lives, അങ്ങനെ പറയാം അല്ലേ? അതങ്ങനെ തന്നെ. ഞാൻ ചിലപ്പം ക്ലാസ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വലിയ പിള്ളേർ ഇപ്പം നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കണ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്കത് ബോറടി ആയിരിക്കും. മനസ്സിലായ ആ ചെറിയ കുഞ്ഞു മക്കളിലേക്ക് നമ്മൾ ചില മെസ്സേജുകൾ എത്തിക്കുന്നതിൻ്റെ ഒരു വഴികളുണ്ട്. അതിലൊരു സൂത്രവഴിയാണ് ഇത്. മനസ്സിലായോ? യെസ്. നൗ well, we will see. Now at least have a rest. Stay on the bed. You are a good girl. Okay, our father, he's really tired. Yeah. He closed the door and went downstairs. Clare had spread the newspapers and opened the paint card, and wearing an old shirt of his on the top of her maternity smock, was stroking the chair rail with a dipped brush. Above him, footsteps vibrated and he called, Johnny, shall I come up there and spank you? The footstep hesitated. എവറി ടൈം എനിക്കെന്താ ഓർമ്മ വരുന്നറിയാമോ, ഇതുപോലെ കുട്ടികളെ നമ്മൾ റൂമിലേക്കാക്കും, അവരുടെ ബെഡിൽ കൊണ്ടുപോയി കിടക്കാൻ പറയും. അവിടുത്തെ കുറച്ച് കിരി കുറേ ചിരി കേൾക്കാം, അമർത്തി ചിരിക്കുന്നത് കേൾക്കാം, എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു വിളി വിളിച്ചാൽ പിന്നെ ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്നും കേൾക്കില്ല കേട്ടോ. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. The footsteps hesitated. That was a long story, Clare said. The poor kid, he answered, and with utter weariness. Yes, see, the dad is tired. Weariness means tired. Watched his wife labor. The woodwork, a cage of moldings and rails and baseboards all around them, was half old tan and half new ivory, and he felt caught in an ugly middle position. And though he as well felt his wife's presence in the cage with him, he did not want to speak with her, work with her, touch her, anything. So same, അവിടെ ഒരു ലാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു സെയിം ഒരു ട്രാപ്പ് അല്ലേ? ബിക്കോസ് ഹി എക്സ്ട്രീംലി ടയേർഡ്. നമ്മുടെ ക്ലെയർ ഓൾറെഡി പറഞ്ഞു ഇറ്റ് വാസ് ലോങ് സ്റ്റോറിയാ, വലിയ കഥയായിരുന്നല്ലോ എന്നൊക്കെ. സോ സംടൈംസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ലൈഫ്
by itself come with as a cage and we forcefully locked in it, right? ഞാൻ ഈ നമ്മുടെ ഈ ലെസൺ തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സംടൈംസ് നമ്മുടെ ലൈഫ് അങ്ങനെ വരികയാണ്, ഒരു കൂട് പോലെ നമ്മളുടെ മുമ്പിൽ അത് രൂപപ്പെടുകയും നമ്മൾ അതിൽ അകപ്പെടുകയും ചെയ്യുകയാണ്, സം സിറ്റുവേഷൻസ് ഓഫ് ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബട്ട് നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മൈൻഡ് ഈസ് അണ്ടർ അവർ കൺട്രോൾ, റൈറ്റ്? സോ ഞാൻ പറഞ്ഞല്ലോ മക്കളെ, നമ്മളപ്പോൾ എന്ത് ചെയ്യണം? യെസ്, ഇറ്റ്സ് എ ചാലഞ്ച്. ഞങ്ങളെ കൂടുതൽ ബോൾഡാക്കാൻ വേണ്ടി, സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ ചിന്തിക്കുക പർപ്പസ്ഫുള്ളി, പ്ലീസ്. ദെൻ അപ്പോൾ നമുക്ക് ഒരു എനർജി കിട്ടും. എന്നിട്ട് നമ്മളൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമ്മുടെ പഠനമോ നമ്മുടെ സ്വപ്നമോ നമ്മുടെ ആക്ടിവിറ്റീസോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, മനസ്സിലായോ? കാരണം ഓഫ് കോഴ്സ് നമുക്ക് നഷ്ടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും നമ്മളാരും പറഞ്ഞില്ല. പക്ഷേ ഒരു പ്രതീക്ഷ വേണം നമുക്ക്. ഒരു ഡോർ അടഞ്ഞാൽ, ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടും. ഓക്കെ, ആ ഒരു വിശ്വാസമാണ് ഇന്നും നമ്മളെ ജീവിപ്പിക്കുന്നതും. അപ്പോൾ എല്ലാവരും നല്ല ബ്രേവ് ആയിട്ടിരിക്കുക, സ്മാർട്ടായിട്ടിരിക്കുക. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണാം. സോ എൻജോയ് യുവർ ലേണിംഗ്. താങ്ക് യു.